295 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 233 പേജുകൾ ഇന്നലെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സിനിമാ രംഗത്ത് നടക്കുന്ന ലഹരി മാഫിയ വൽക്കരണവും സ്ത്രീകളുടെ ചൂഷണവും സെക്ഷൽ അബ്യൂസിനെ കുറിച്ചുമുള്ള നിരവധി കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് കേരളത്തെ ഞെട്ടിക്കുന്നതാണ്. കാരണം നമ്മുടെ നടന്മാർക്കൊന്നും ഈ തിരശ്ശീലയിൽ കാണുന്ന സ്വഭാവമല്ല എന്നുള്ളതും ഭൂലോക വൃത്തികെട്ടവരാണ് അവരെന്നുള്ളതും നാട്ടുകാർക്ക് ഇതിനകം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും നേരം വെളുക്കാത്ത കുറേ പേർ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നേരം ഒരിക്കലും വെളുത്തില്ലെന്നിരിക്കും എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പക്ഷേ ഇതിൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം WCCയുടെ ഏറ്റവും ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരംഗം WCCയെ ചതിച്ചുകൊണ്ട് ഒരു മൊഴി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ മൊഴി എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടേ ഇല്ലെന്നുമാണ് ഈ മൊഴി കൊടുത്തിട്ടുള്ളത്. ഈ മൊഴി കൊടുത്തത് ആരാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ WCC രൂപീകരിക്കുന്നതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാവും. 2017 ഫെബ്രുവരി 17 കേരളത്തിൽ ഒരു നടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് ഓടുന്നൊരു കാറിൽ വെച്ചിട്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ വന്നതിന് വലിയൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എല്ലാത്തിലും നമ്പർ 1 ആയിട്ടുള്ള കേരളം അതിൽ നമ്പർ 1 ആയി എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഒരു നടൻ കൊടുത്ത കൊട്ടേഷനാണ്. അതായത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പണിയാണ് ഒരു നടൻ ചെയ്തത്. സാധാരണ ബലാത്സംഗം ചെയ്യുന്നവരെക്കാൾ ഒരു 1000 ഇരട്ടി ശിക്ഷ അർഹിക്കുന്നവരാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കുകയും നടി ആക്രമിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കൊച്ചി ദർബാർ ഹാളിൽ വെച്ചിട്ട് ഒരു വലിയ പ്രതിഷേധ യോഗം കൂടി. ആ പ്രതിഷേധ യോഗം വലിയ തമാശയുള്ളതാണ്. കാരണം ഇതിൻ്റെ ഈ കൊട്ടേഷൻ കൊടുത്ത ആളുകളും പുറകിൽ നിന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അന്ന് അവിടെ വച്ചിട്ട് പ്രമുഖയായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ മഞ്ജു വാര്യർ അവരൊരു വലിയ പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം നടത്തിയത് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് കേരളത്തോട് ആദ്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു നടി മഞ്ജു വാര്യരാണ്. അപ്പോൾ അതിനുശേഷം WCC എന്ന് പറയുന്നൊരു സംഘടന രൂപപ്പെട്ടു. ആ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അംഗങ്ങളുള്ള CPM പോലൊരു സംഘടനയൊന്നുമല്ല. പക്ഷേ കേവലം 17 പേര് മാത്രം അടങ്ങുന്ന ഒരു സംഘടനയാണ്. ആ 17 പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകരും അതുപോലെ തന്നെ വിധു വിൻസെൻറ്റും മറ്റു പല സംവിധായകരും പിന്നെ നടിമാരുമൊക്കെ അതുപോലെ സാങ്കേതിക പ്രവർത്തകരും അടങ്ങുന്ന വനിതകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പേര് WCC എന്നാണ് ഇട്ടത്. വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടനയാണ്. പലപ്പോഴും അവരൊരു താരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ 17 പേരുടെ വിലയല്ല അവർക്ക് കിട്ടിയത്. വലിയ തോതിൽ അവർ സമൂഹത്തിൽ നിന്ന് വലിയ തോതിൽ അവർക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചു. ആ പ്രോത്സാഹനം ലഭിച്ചതിൻ്റെ ഭാഗമായി ഇവർ മുഖ്യമന്ത്രിയെ കാണുകയും ഈ തൊഴിൽപരമായ ലൈംഗിക ചൂഷണത്തെയും അസമത്വങ്ങളോടൊക്കെ പൊരുതാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന ഉപയോഗിച്ചത്. അതിൻ്റെ ഭാഗമായി അവർ മുഖ്യമന്ത്രിയെ കണ്ടു. അതിൽ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിനിമാ രംഗത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് 2017 തന്നെ നമ്മുടെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. പിന്നീട് അതിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 135 പേജിൽ 268 പാരഗ്രാഫ് പറയുന്നൊരു കാര്യം വളരെ കൃത്യമായി നിങ്ങൾ കേൾക്കണം. ഇറ്റ് വാസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് an actress who was getting a lot of offers from several sources earlier to formation of WCC stopped getting offers from movies for which she should have been considered normally. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത സെൻറ്റൻസ് ഇതാണ്. On an analysis of what has been stated before us, we are convinced that the members of WCC are generally not considered for working in cinema for the mere reason that they are the members of WCC who protested against atrocities in cinema. അതായത് ഈ പറയുന്ന WCCയിലെ അംഗങ്ങൾക്കൊന്നും വലിയ ചാൻസുകൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ വളരെ ചുരുക്കത്തിൽ അർത്ഥമാക്കുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദ ഓൺലി മെമ്പർ ഓഫ് WCC who is getting several offers in cinema is a founder member of WCC. അവർ ഫൗണ്ടർ മെമ്പറാണ് WCCയുടെ. അവർക്ക് മാത്രമാണ് നിരവധി ഓഫറുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. about whom I have already discussed above. അവരെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. She is the only the woman who stated repeatedly that there is no problem for women in cinema. അതായത് സിനിമയിലെ സ്ത്രീകൾക്ക്
യാതൊരുവിധ പ്രശ്നവുമില്ലെന്നാണ് ഈ ഫൗണ്ടർ മെമ്പറായിട്ടുള്ള WCC മെമ്പർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൻഡ് ദാറ്റ് ഷീ ഹാഡ് നോട്ട് ഈവൻ ഹേർഡ് അബൌട്ട് ദ സെക്ഷൽ ഹരാസ്മെൻറ്റ്. അതായത് സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ സെക്ഷലി ആളുകളെ ഹരാസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവൾക്ക് കേട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഇവർ അടുത്തത് പറഞ്ഞേക്കുന്നത്. ഓർ ദർ ഈസ് she had not even heard about any sexual harassment on any woman in cinema etc. എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ നടി മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു മൊഴി കൊടുത്തത്. വിച്ച് ഈസ് ഫാർ ഫ്രം ദ ട്രൂത്ത്. ഇത് സത്യത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് എന്നാണ് കമ്മിറ്റി എഴുതി വെച്ചേക്കുന്നത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്, ഇൻ ഹെർ എവിഡൻസ് ഈസ് അനലൈസ്ഡ്, വി ആർ പെർsuaded ടു ബിലീവ് ദാറ്റ് ഷീ ഈസ് ഡെലിബറേറ്റ്ലി നോട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് മെൻ. അതായത് ഇത് അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഷീ ഈസ് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വമായി ആണുങ്ങൾക്കെതിരെ സംസാരിക്കുന്നതെന്നും, മെൻ ഓർ ദ ഇൻഡസ്ട്രി ഓൺലി ബിക്കോസ് ഓഫ് ഹെർ സെൽഫിഷ് മോട്ടീവ് നോട്ട് ടു ഗോ ആറ്റ് ഔസ്റ്റഡ് ഫ്രം ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വമായി ആണുങ്ങൾക്കെതിരെ സംസാരിക്കാതിരുന്നതാണെന്നും, ഇത് കൊടുത്തതൊരു കള്ളമൊഴിയാണെന്നും, ഇത് സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്നുള്ളതുമാണ് നമ്മുടെ ഹേമ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. അടുത്തൊരു വാചകവും കൂടിയുണ്ട്. നോ വാല്യൂ ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ദ എവിഡൻസ് ഓഫ് സച്ച് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. ഇത് പറഞ്ഞേക്കണത് ആരെക്കുറിച്ചാണ് എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് മുഴുവൻ നടക്കുന്നത്. നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് ആരൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്ന് കൂടി പരിശോധിക്കണമല്ലോ. അത് വിട്ടുപോയവരെന്ന് പറയുന്നത് ആദ്യത്തെ സംവിധായക വിധു വിൻസെൻ്റ് ആണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, അവർ പാർവതി എന്ന് തിരുവോത്തെന്ന് പറയുന്ന ഒരു നടി, അവർ ഡേറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് വിധു വിൻസെൻ്റ് അതിൽ നിന്ന് വിട്ടുപോകുന്നത്, രാജിവെച്ച് പോകുന്നത് സംഘടനയിൽ നിന്നും. പിന്നീട് സംഘടനയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു നടി എന്ന് പറയുന്നത് സുരഭി ലക്ഷ്മിയാണ്. അപ്പോൾ ഈ കുറച്ച് ആളുകളെ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. പിന്നീടാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടി, അവരിപ്പോഴും രാജിവെച്ചിട്ടില്ല, പക്ഷെ അവർ അങ്ങോട്ട് ഇനാക്റ്റീവ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് നടിയാണ് ഇത്തരത്തിലുള്ളൊരു പാര WCCക്ക് പണിതത് എന്ന് മനസ്സിലാവും. ഒരുപക്ഷെ അവരുടെ ഗതികേട് കൊണ്ടായിരിക്കാം എന്നുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ വീടൊക്കെ ഉപേക്ഷിച്ച് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിക്കാൻ പണമൊന്നും ഇല്ലാതിരിക്കുകയും പിന്നീട് വലിയ സുഖസൗകര്യങ്ങളിലേക്കും വലിയ കാറുകളിലേക്കുമൊക്കെ റേഞ്ച് റോവറിലേക്കൊക്കെ അവരെത്തുകയും ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പുഴുക്കുത്തുകളെക്കുറിച്ച് സംസാരിച്ചാൽ അവസരം നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഓർത്തിട്ടായിരിക്കാം അവരിത്രയും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതാണ് നടി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടി സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ചിന്തകൾക്ക് വിടുന്നു. കാരണം പേര് പറയുക എന്ന് പറയുന്നത് ഒരാളെ വ്യക്തിപരമായി അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ലീഗൽ പ്രൊസീഡിങ്ങിനോ ഒക്കെ കാരണമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പക്ഷേ ഏതോ കോലോത്തെ തമ്പുരാട്ടിയാടോ മാഷെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തമ്പുരാട്ടിമാർ ഈ പറയുന്ന പോലെ സിനിമാ ലോകത്ത് യാതൊരു കുഴപ്പവുമില്ലെന്നും അവർ ഇത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യം സിനിമ ഇൻഡസ്ട്രിയിൽ കേട്ടിട്ടില്ലെന്നും ഇനി എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതുമാണ് ഈ നടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചില മാറിപ്പോകലുകൾ WCC എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാം. ഇത് രഞ്ജിനി എന്ന് പറയുന്ന നമ്മുടെ സാഷാ സെൽവരാജ് എന്ന് പറയുന്ന ഒരു നടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ചിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിൽ അഭിനയിച്ച നടിയൊക്കെ അവർ കൊണ്ട് കേസ് കൊടുത്തതിന് ഉപോത്ബലകമായി അവർ പറയുന്നൊരു വാചകം, ആ കേസ് കൊടുത്തത് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ, അതായത് ഇപ്പോൾ ഈ WCCയുടെ ഫൗണ്ടർ മെമ്പർക്കെതിരെയുള്ള പോലെയുള്ള സെൻറ്റൻസുകൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ അവരുടെ ഡിഫെയിം ചെയ്യപ്പെടില്ല, അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് ആദ്യമേ തന്നെ ഈ പറയുന്ന രഞ്ജിനിക്ക്, അതായത് സാഷാ സെൽവരാജിനൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ, അതാണ് അവരുടെ യഥാർത്ഥ പേര്, കൊടുത്തിരുന്നുവെങ്കിൽ അവരിതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഹേമ കമ്മിറ്റിയോട് ഇതൊക്കെ പ്ലീസ് മാറ്റിത്തരൂ എന്ന് എന്ത് ചെയ്താനേ പറഞ്ഞാനേ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് WCC കൂടി അതിനെ എതിർക്കേണ്ടതാണ് എന്നുള്ളതാണ് രഞ്ജിനിയുടെ വാദം. രഞ്ജിനി എന്തൊക്കെ പിച്ചും പെയ്യുകയാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം രഞ്ജിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ WCCയുടെ ഫൗണ്ടർ മെമ്പറല്ല, ഇനി ആരാണെങ്കിലും വന്ന് ഒരു തെറ്റായ കാര്യം, അങ്ങേയറ്റത്തെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു അസത്യം
കമ്മിറ്റിയിൽ മൊഴി കൊടുത്താൽ സത്യത്തിൽ WCC ചെയ്യേണ്ടത്, ഇത് കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും കമ്മിറ്റിയുടെ രേഖകളിൽ വന്നതുകൊണ്ട് WCC ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? WCC ഇത് ഈ നടിയാണ്, നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുകയാണ് വേണ്ടത്, അവരെ തിരുത്തുകയാണ് വേണ്ടത്. ഞാൻ അതിനപ്പുറത്തേക്ക് ഇപ്പം തൽക്കാലം ഒന്നും പറയുന്നില്ല. നടി ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും ശരി, ഇനി മനസ്സിലായാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ഊഹത്തിന് ഞാൻ വിടുന്നു. സോ ഒന്നും മറന്നു പോകരുത്, ഇത്തരത്തിലുള്ള ചില തമ്പുരാട്ടിമാരും നമ്മുടെ WCC ഉണ്ടായിരുന്നു.